സംസ്ഥാനം കണ്ട ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രി എന്ന ഖ്യാതി നേടിയെടുക്കാൻ സാധിക്കുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തിളങ്ങിയ അതേ പവറിൽ തന്നെയാണ് വി.ഡി. സതീശൻ സർക്കാരിലും രമേശ് ചെന്നിത്തലയുടെ പ്രകടനം. ഒരു ചീത്തപ്പേര് പോലും കേൾപ്പിക്കാത്ത പൊതുപ്രവർത്തകനാണ് രമേശ് ചെന്നിത്തല. അഴിമതി ആരോപണങ്ങൾ പലവട്ടം CPM അടക്കമുള്ള പാർട്ടികൾ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ തൊടുത്തുവിട്ട സമയത്ത് പോലും രമേശ് ചെന്നിത്തല എന്ന പേര് ഒരിടത്തും ഉയർന്നു കേട്ടില്ല. തന്റെ പദവിയുടെ അന്തസ് എത്രയെന്ന ബോധ്യമുള്ളതാണ് മറ്റു മന്ത്രിമാരിൽ നിന്ന് രമേശ് ചെന്നിത്തലയെ വേറിട്ട് നിർത്തുന്നത്. അതുകൊണ്ട് സ്ത്രീ സുരക്ഷയടക്കം ഉറപ്പു നൽകുന്ന ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ സംസ്ഥാനത്തെ പോലീസ് സേന മികവ് കാട്ടുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇതിനു പുറമെ ചില ഉറപ്പുകൾ കൂടി നൽകുന്നുണ്ട് രമേശ് ചെന്നിത്തല. അത് പോലീസ് സേനയിൽ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇടപെടലാണ്. ഇനി പോലീസ് സ്റ്റേഷൻ കോൺഗ്രസ് ആയാലും CPM ആയാലും ആരായും ഭരിക്കേണ്ട എന്ന കർശന സ്വരത്തിൽ പറയുന്നുണ്ട് ആഭ്യന്തരമന്ത്രി. ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. മുൻ MLAക്കെതിരെ 3 സ്ത്രീകൾ പരാതിയുമായി രംഗത്ത് വന്നിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ മുഖം നോക്കാതെയുള്ള നടപടി ഉറപ്പു നൽകുന്നുണ്ട് ഈ വിഷയത്തിലും ചെന്നിത്തല. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായുള്ള ഏത് അതിക്രമത്തെയും ശക്തമായി നേരിടും. അവിടെ ആര് എന്ത് തുടങ്ങിയ വിഷയങ്ങളില്ല. സ്ത്രീകൾക്ക് ഈ സർക്കാർ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമെന്നുകൂടി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ലൈംഗിക അതിക്രമ കേസിന്റെ തുടക്കത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല. രാഹുൽ രാജിവെക്കണമെന്ന് അദ്ദേഹം പരസ്യമായി ആവശ്യപ്പെട്ടതും കേരളം കണ്ടു. ലൈംഗിക പീഡന ആരോപണത്തിൽ MLAക്കെതിരെ പ്രതിഷേധം ഉയർന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. രാഹുൽ 1 മിനിറ്റ് പോലും MLA സ്ഥാനത്ത് തുടരരുത്. ഈ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്. മാസങ്ങൾക്കിപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പല നേതാക്കളും നേരിട്ടും അല്ലാതെയും കണ്ടപ്പോഴും പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല. ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. കണ്ടു നോക്കാം. അങ്ങനെ നടക്കില്ല. ആരും ഭീഷണിക്കൊന്നും വേണം, തെറ്റായ ധാരണയൊന്നും വേണ്ട. ഒരു പാർട്ടിക്കാരും പോലീസുകാരെ ഭീഷണിപ്പെടുത്താൻ അനുവദിക്കുന്നില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിയുടെ പേരിൽ നടപടി ഉണ്ടാവും. എല്ലാം പോലീസിലെല്ലാവരും ഒരുപോലല്ല. ഞാൻ ഇന്ന് യോഗത്തിലും പറഞ്ഞപ്പോൾ ഭരണം മാറിയെന്ന് വിചാരിച്ച് മുഴുവൻ പോലീസും മാറുന്നു. അതേ പോലീസുകാർ തന്നെ ഇപ്പോഴും ഉള്ളത്. ഗവൺമെന്റിന്റെ നയമാണ് പ്രധാനം, അല്ലേ? ഗവൺമെന്റിന്റെ നയമാണ് പ്രധാനം. ഗവൺമെന്റ് എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് പോലീസും മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അത് ബാധകമാണ്. അതെന്നെ ഞാൻ ഉന്നയിച്ചൊരു വിഷയമാണ്. ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഞാൻ സീനിയർ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞതാണ്, പോലീസ് സേനയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു, തൊഴിലിടങ്ങളിലെ സമ്മർദ്ദമാണ് ഇതിന് കാരണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഫ്രീഡം കൊടുക്കാനും അവർക്ക് ജോലി ഭാരം ഉണ്ടാകാതിരിക്കാനും സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാനും പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഞാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മളുടെ ട്രെയിനിങ്ങിൽ അതുകൂടി ഉൾപ്പെടുത്തി. ഞങ്ങൾ ആവശ്യമില്ലാതെ അവരെ ടെൻഷൻ ഉണ്ടാക്കിക്കുക, അവരെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുക, മറ്റു മാർഗമില്ലാതെ ആത്മഹത്യ ചെയ്യുക, അതുണ്ടാകരുത് എന്ന് പ്രത്യേക നിർദ്ദേശം കൊടുത്തു. ചെറിയ കാര്യം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് രക്തം കേൾക്കർ വന്നതിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ബംഗാളിലെ സമൂഹത്തിൽ രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു, പക്ഷേ കേരളത്തിലെ സ്ഥിതി മറിച്ചാകുന്നു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾ. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആര് വേണമെന്നുള്ളത് അദ്ദേഹമല്ലേ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ അധികാരമുണ്ട്. രത്തൻ കൽക്കർ നല്ല ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ കേരള ഗവൺമെന്റ് തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഗവൺമെന്റാണ് അദ്ദേഹത്തെ ഇലക്ഷൻ കമ്മീഷനായിട്ട് പോസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ കേരള ഗവൺമെന്റ് തന്നെ തിരിച്ചു വിളിക്കാൻ അധികാരമുണ്ട്. അതിനെന്താ കുഴപ്പമെന്താ? രത്തൻ കൽക്കർക്കെതിരെ അത്ര യാതൊരു ആരോപണം ഉയർന്നു വന്നിട്ടില്ല. ഇലക്ഷന് മുമ്പ് പിൻപോ രത്തൻ കൽക്കർക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടില്ല. അദ്ദേഹം ഇലക്ഷനകത്ത് കുഴപ്പം ചെയ്തെന്നോ ഒന്നും വന്നിട്ടില്ല. ബംഗാളിൽ അതല്ല സ്ഥിതി. ബംഗാളിൽ SIRമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ പേരുകൾ നീക്കം ചെയ്തുവെന്നും സുപ്രീം കോടതി ഇടപെട്ട്
80 ലക്ഷം ആളുകളെ തിരിച്ചു വെക്കണമെന്നും ഒക്കെ നടത്തിയതിന്റെ പശ്ചാത്തലമാണ്. ഒരു മിനിറ്റ്. ഈ കേരളത്തിൽ അങ്ങനെ ലഫ്റ്റനന്റ് കലക്ടർക്കെതിരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല. അല്ല അത് ഞങ്ങൾ ഉന്നയിച്ചു. അപ്പം തന്നെ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്തല്ലോ. സ്ട്രോങ് റൂം എന്തുകൊണ്ട് തുറന്നു, തുറക്കാൻ പാടില്ല, അവസാനം നിർദ്ദേശം കൊടുത്തല്ലോ ഒന്നും ചെയ്യേണ്ടത്.